മോർണിംഗ് റിപ്പോർട്ടിൽ ഇനി അതിഥിയിലേക്കാണ്. ഇന്നത്തെ അതിഥി മൂന്നാം നിയമം എന്ന ചിത്രത്തിൻ്റെ ഒരു പ്രധാന വേഷത്തെ അവതരിപ്പിച്ചിട്ടുള്ള, പ്രധാന വേഷം എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം അവതരിപ്പിച്ചിട്ടുള്ള ഒരു നായിക കഥാപാത്രം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന നായിക തന്നെയാണ് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. ദേവസൂര്യ. മോർണിംഗ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെയാണ് ദേവസൂര്യ അഭിനയിച്ചിട്ടുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ 2018 ആരും ഇഷ്ടപ്പെടുന്ന ഒരു ഗോസ്റ്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു നല്ല പ്രേതം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശരിക്കും പറയൂ, എന്താണ് വിശേഷങ്ങൾ, ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പറയൂ. ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുമ്പം വളരെ ഞങ്ങൾ കുറച്ച് പുതിയ ആളുകളുടെ ഒരു വലിയ സ്വപ്നമാണ് ഈ കഴിഞ്ഞ നമ്മളുടെ എല്ലാവരുടെയും മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. സോ ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ പുള്ളിക്കാരനെ എടുത്തു പറയണം, വിജീഷ് വാസുദേവ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡിബറ്റാണ് ഈ ഫിലിം. സോ അതിൽ പുള്ളിക്കാരന് വളരെയധികം പ്രതീക്ഷയുണ്ട്. അതിന് സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ പ്രൊഡ്യൂസർ സാൻഡി സാറും പുള്ളിക്കാരനൊപ്പം തന്നെയാണ്. പുള്ളി ഇതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറയുമ്പം നമ്മുടെ മലയാളികളുടെ പിന്നെ ഹാൻസം ആയിട്ടുള്ള വില്ലൻ റിയാസ് ഖാൻ, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഒരു നല്ല ഒരു ഇടി അടിയൊന്നും ഇല്ലാതെ പുള്ളി ഭയങ്കര നല്ലൊരു പോലീസുകാരൻ, പാവം പോലീസുകാരനായിട്ട് വന്നിരിക്കുന്ന സിനിമയാണിത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുപോലെ റിയാസ് ഖാൻ എന്ന ആ ഒരു ആകർഷണത്തിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ കുറച്ച് പേര് പാവങ്ങൾ അതിൻ്റെ സൈഡിലിങ്ങനെ നിന്നിട്ടാണ് ഈ ഒരു സിനിമയിലേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയാൻ ഉള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പം ഇതിൽ മറ്റൊരു നായിക കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത് സെലീൻ എന്ന് പറയുന്ന ഒരു പുതിയ ആളാണ്. പിന്നെ ഇതിൽ സനൂപേട്ടനുണ്ട്, കൃഷ്ണൻ, വരുൺ, അങ്ങനെ കുറച്ച് പുതിയ ആളുകൾ. അവരുടെ സൗഹൃദത്തിൻ്റെയും ഒപ്പം തന്നെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഒരു എന്താ പറയുക, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലുണ്ടാവുന്ന ഒരു പാവപ്പെട്ട ഒരു വില്ലേജ് ഒരു ഗേളിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന അവളുടെ കുറച്ച് പ്രശ്നങ്ങൾ, അതൊക്കെയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. അതാണ് മൂന്നാം നിയമം എന്ന് പറയുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിലെ പാട്ടുകളെ കുറിച്ചാണ്. ഞാനൊരു പാട്ടുകാരിയാണ്, ചെറിയൊരു പാട്ടുകാരി ആയതുകൊണ്ട് തന്നെ പാട്ടുകളെ കുറിച്ചാവും എനിക്ക് പറയാൻ കൂടുതലുള്ളത്. അപ്പോൾ ഇതിൽ ഷിബു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ മ്യൂസിക് ഡയറക്ടറാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ഫിലിമാണിത്. 113 എന്ന് പറഞ്ഞ ഫിലിമിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഈ സെക്കൻഡ് ഫിലിം ഈ മൂന്നാം നിയമത്തിലേക്ക് പുള്ളിക്കാരൻ എത്തിയത്. ഇതിൽ ജോത്സന ചേച്ചി, ഫ്രാങ്കോ ചേട്ടൻ, അങ്ങനെ കുറച്ച് പേര്, നിങ്ങളേവരും ഇഷ്ടപ്പെടുന്ന ഗായകർ ഇതിൽ നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതിലെനിക്ക് നല്ലൊരു സോളോ, ഒറ്റ സോളോ, ഞാൻ മാത്രമേ ഉള്ളതിൽ, എന്നെ മാത്രം കാണാനാണ് ഞാൻ ആ പാട്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫേവറേറ്റ് സോങ് അതാണ്. ജോത്സന ചേച്ചിയാണ് പാടിയത്. അങ്ങനെ എനിക്ക് ഒരുപാട് എന്താ പറയുക, ഇഷ്ടപ്പെട്ട ഘടകങ്ങളുള്ള ഒരു നല്ല സിനിമയാണ്. ഒരു നല്ല പ്രേതം എന്നുള്ള രീതിയിൽ മലയാളക്കാരെ സ്വീകരിച്ചിട്ടുണ്ട് തന്നെയാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ജസ്റ്റ് ചിത്രത്തെ കുറിച്ചിട്ടൊന്ന് പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും ചിത്രത്തിൻ്റെ എല്ലാ മേഖലകളിലും, സിനിമയുടെ എല്ലാ മേഖലകളിലൂടെ കടന്ന് സഞ്ചരിച്ചു കഴിഞ്ഞു ദേവസൂര്യ. എന്തായാലും 2018 ഒരു നല്ല പ്രേതം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ദേവസൂര്യ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു നല്ല ഡയറക്ടറും ഒരു നല്ല പ്രൊഡ്യൂസറുമാണ് ഈ ചിത്രത്തിൻ്റെതെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം മറ്റുള്ള ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും എല്ലാം മാതൃകയാകത്തക്ക നിലയിലുള്ള രണ്ടുപേരാണ് എന്ന് കാണാൻ, അല്ലെങ്കിൽ അവരുടെ പല ഇൻ്റർവ്യൂവിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഒരു ടെൻഷനും കൊടുക്കാത്ത രീതിയിൽ, ഡയറക്ടർക്ക് ഒരു ടെൻഷൻ കൊടുക്കാത്ത രീതിയിലുള്ള ഒരു പ്രൊഡ്യൂസറും, അല്ലെങ്കിൽ ഡയറക്ടർക്ക് അയാളുടെ ഒരു കൺസെപ്റ്റ് ശരിക്കും പൂർത്തിയാക്കാനായിട്ട് കൂടെ നിൽക്കുന്ന കുറേ അണിയറ പ്രവർത്തകരും, വളരെ നല്ലൊരു ടീമായിരുന്നു മൂന്നാം നിയമത്തിൻ്റെതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ ചിത്രത്തിന്റെ ട്രെയിലർ നമുക്കൊന്ന് കണ്ടിട്ട് മടങ്ങി വരാം. തീർച്ചയായിട്ടും. ബർത്ത്ഡേ വിഷ് പറഞ്ഞാ തുടങ്ങിയത്, പക്ഷേ എന്തോ ഒരു കൗതുകം. കൊച്ചി ഏലൂരിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ 3 മൃതദേഹങ്ങൾ കണ്ടെത്തി. എന്തൊരു ഫൂളിഷ്നെസ് ആണ് നിങ്ങൾ ഈ പറയുന്നത്? ചില സത്യങ്ങൾ ഫൂളിഷ്നെസ് ആണ് സർ. അച്ചായന് വിഷമാണെങ്കിൽ കൊടുക്കണ്ട അച്ചായ. ഈ വീടിന് എന്തോ പ്രശ്നമുണ്ട്. ഒരു ബാധ നമ്മളെ പിന്തുടരുന്നു. പിന്നെ ആരാ കൊന്ന? പറടാ.
ചെയ്തിട്ടില്ല. Moreover, it's a cold-blooded. ദേവസൂര്യ ഒരു നല്ല ഗായിക കൂടിയാണ്. ചിത്രത്തിലെ ചെല്ലച്ചെറു കുരുവി എന്നുള്ള ഗാനം ഒന്ന് പാടുമോ ആ പാട്ട്? പിന്നെ തീർച്ചയായിട്ടും. ചെറുകുരുവി മഞ്ഞുമാസക്കുളിരിൽ ഇളം ചില്ലയിൽ പൂവമ്പൻ വിരുന്നെത്തിയോ, കുളി കഴിഞ്ഞുവോ നിൻ കളിച്ചിരി എഴുതാൻ, കുളി കഴിഞ്ഞുവോ നിൻ കരിമിഴി എഴുതാൻ, ഒരു നീലമേഘം ചെപ്പിലാക്കി വന്നെത്തുമോ അവൻ മധുവിധു നുകരാൻ. ചെറുകുരുവി മഞ്ഞുമാസക്കുളിരിൽ ഇളം ചില്ലയിൽ പൂവമ്പൻ വിരുന്നെത്തിയോ. വളരെ മനോഹരമായിരിക്കുന്നു. ശരിക്കും ഒരു ഗായിക എങ്ങനെയാണ് ഈ ഒരു ഗോസ്റ്റിലേക്കുള്ള ചേഞ്ച്, അതെങ്ങനെയാണ് ശരിക്കും ഫീൽ ചെയ്യുന്നത്? ശരിക്കും ഞാൻ പ്രൊഫഷണലായിട്ട് എൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് സിംഗിങ് തന്നെയാണ് എപ്പോഴും. അതാണ് എനിക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു മേഖല. തീർച്ചയായിട്ടും ഒരുപാട് സ്റ്റേജ് ഷോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വന്നതാണ് ഈ അഭിനയം എന്ന് പറയുന്നത്. ആദ്യം 113 എന്ന് പറഞ്ഞ ചിത്രം ചെയ്തു. അതിനുശേഷം ദി ക്രാബ് എന്ന് പറഞ്ഞ ഫിലിം ചെയ്തു. അതെ, ക്യാൻസർ സർവൈവറുടെ ക്യാരക്ടർ. അതിനുശേഷമാണ് 3-ാം നിയമത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എനിക്കറിയില്ല, ഗോസ്റ്റ് എന്നുള്ള ഈ ഒരു കഥാപാത്രം എൻ്റെ കയ്യിലേക്ക് വിജീഷ് സാർ വളരെ ധൈര്യപൂർവ്വം വെച്ച് തന്നപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഒരു 100% ആയില്ലെങ്കിൽ കൂടിയും ഒരു 70% ഞാൻ കൊടുത്തില്ലെങ്കിൽ വളരെ മോശമല്ല. അതുകൊണ്ട് തന്നെ എൻ്റേതായിട്ടുള്ള നല്ലൊരു എഫേർട്ട് ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് തന്നെയാണ് എപ്പോഴും ആഗ്രഹം. ആ നല്ല കഥാപാത്രങ്ങൾ എന്നിലേക്ക് വരുമ്പോൾ ഞാനത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എപ്പോഴും ഞാൻ ജീവിക്കുന്നത് ഒരു സിംഗറായിട്ട് തന്നെയാണ്. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു ഗോസ്റ്റിലേക്ക് എത്തിച്ചേർന്നത്? മീൻസ് 3-ാം നിയമത്തിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? ഞാനൊരു പുള്ളിക്കാരൻ്റെ കൺസെപ്റ്റ് ശരിക്കും പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു എന്ന് കരുതുന്നു? തീർച്ചയായിട്ടും ഒരു സ്റ്റാർട്ടർ എന്ന നിലയിൽ ചെറിയ ചെറിയ പോരായ്മകൾ എല്ലാവർക്കും വരാം. എന്നാലും പുള്ളി അതെല്ലാം ബാലൻസ് ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സംവിധായകൻ എന്ന നിലയിൽ ഒരു ടീമിനെ മുഴുവനും എന്താ പറയുക കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. ഒരു കംഫർട്ടബിൾ ഡയറക്ടർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും പറയാൻ പറ്റും, ഒരു കംഫർട്ടബിൾ ഡയറക്ടർ തന്നെയാണ് വിജീഷ് വാസുദേവ്. കാരണം പുള്ളിക്കാരൻ നമുക്ക് കറക്റ്റായിട്ടുള്ള സ്പേസ് തരുന്നുണ്ട്. നമ്മൾ അഭിനയിക്കുമ്പോൾ പുള്ളിയുടേതായിട്ടുള്ള മാക്സിമം ഈ ഒരു വ്യക്തിയിൽ നിന്ന് എനിക്ക് ഇത്ര എടുക്കാൻ പറ്റും എന്നുള്ള ഒരു എന്താ പറയുക ഒരു മൈൻഡ് പുള്ളിക്കാരനുണ്ട്. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്ര നേരം വേണമെങ്കിലും വളരെ ക്ഷമയോടെ നമുക്ക് സമയം തരികയും വളരെ ക്ഷമയോടെ പുള്ളിക്കാരൻ വെയിറ്റ് ചെയ്യും. ആ ഒരു പെർട്ടിക്കുലർ തിങ് നമ്മളുടെ കയ്യിൽ നിന്ന് വരാൻ, ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്ത് മാക്സിമം ആ ഒരു ക്ഷമ ഭയങ്കരമാണ്. ക്ഷമ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഭയങ്കരമാണത്. സോ അത് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഒരുപാട് ഞങ്ങൾക്ക് ഇംപ്രൂവൈസേഷൻ ചെയ്യാനായാലും അതിനനുസരിച്ച് ഞങ്ങൾക്ക് പെർഫോം ചെയ്യാനായാലും കൂളായിട്ട് ഞങ്ങൾക്ക് സെറ്റിൽ ബിഹേവ് ചെയ്യാനായാലും സാധിച്ചു. അതൊരു വലിയ കാര്യമാണ്. ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം, ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സംവിധായകൻ എന്ന് പറയുന്ന ആ ഒരു ക്യാപ്റ്റൻ അദ്ദേഹത്തിൻ്റെ ഭാഗം കറക്റ്റായിട്ട് നിർവഹിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ഭയമില്ലാതെ ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു പ്രോസസ്സ് വളരെ ഭംഗിയായിട്ട് തന്നെ വിജീഷ് സാർ അത് ചെയ്തിട്ടുണ്ട്. അതിലൊരുപാട് അങ്ങനെ ഒരു ഡയറക്ടറുടെ കൂടെ അഭിനയിക്കാൻ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ഇപ്പം ഗോസ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റില്ല, കാരണം ട്രെയിലറിൽ ഗോസ്റ്റിൻ്റെതായിട്ടുള്ള കൂടുതൽ ആംബിയൻസ് കാണിക്കുമ്പോൾ സോങ്ങിലേക്ക് വരുമ്പോൾ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും ഗോസ്റ്റ് എന്നതിനേക്കാൾ ഉപരി ഒരു നല്ല ഒരു സ്ത്രീയായിട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു വ്യക്തിയായിട്ട് കൂടി അല്ലെങ്കിൽ നല്ലൊരു ഫേസിലൂടെ കടന്നു പോവുകയാണ് ചിത്രത്തിലൂടെ. ശരിക്കും ഇത് രണ്ട് ഭാവമാറ്റങ്ങളും അല്ലെങ്കിൽ എങ്ങനെയാണ് ശരിക്കും ബാലൻസ് ചെയ്യാനായിട്ട് സാധിച്ചത്? ശരിക്കും ലൊക്കേഷനിലാണെങ്കിൽ തന്നെയും ഇപ്പോൾ ഗോസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ രീതിയിലുള്ള ഒരു കഥാപാത്രത്തിലേക്ക് വരണം. പിന്നെ അതെല്ലാം വേറെ വേറെ ദിവസങ്ങളിലുണ്ടായിരുന്ന ഷൂട്ടുകളിലാണോ ശരിക്കും ഇതെല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട്? അല്ലല്ല, വേറെ വേറെ ദിവസങ്ങളിലുള്ള ഇതായിരുന്നില്ല. സോങ് നമുക്ക് അതിൻ്റെ ഡേ ടൈമിൽ അതിൻ്റെ സോങ്ങിൻ്റെ സീക്വൻസ് എടുത്തിട്ട് നൈറ്റ് ടൈമിൽ ഈ ഒരു ഗോസ്റ്റിലേക്ക് വീണ്ടും ഡൈവേർഷൻ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ബോൺ ആക്ടറൊന്നും അല്ല. അവർ പറഞ്ഞു തരുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുന്നു. ഇങ്ങനൊരു ഈ ഒരു എക്സ്പ്രഷൻ അവിടെ ചെയ്യാൻ പറയുമ്പോൾ എൻ്റേതായിട്ടുള്ളൊരു മാക്സിമം ഇട്ട് ഞാൻ ചെയ്യും. ഞാനൊന്നും പ്രിപ്പയർ ചെയ്ത് ഒരിക്കലും ഞാൻ പോകാറില്ല ഇവിടെ.
അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്ത് തോന്നുന്നോ അതേ ഞാൻ ചെയ്യാറുള്ളൂ. പക്ഷേ ഒരു തുടക്കക്കാരിയെ ഗോസ്റ്റ് ആ ഒരു രീതിയിൽ കൺസെപ്റ്റിലേക്ക് ഡയറക്ടർ വരുമ്പോൾ ശരിക്കും ആളുകൾ പ്രതീക്ഷിക്കും, അല്ലെങ്കിൽ നമുക്കൊരു ഇതുണ്ടല്ലോ, അല്ലെങ്കിൽ ആസ് ആൻ ആക്ട്രസ് എന്ന നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ തന്നെ ദേവസൂര്യക്കുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഞാൻ ആവണം, അല്ലെങ്കിൽ ഞാനത് പൂർത്തിയാക്കണമെന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ. ശരിക്കും ഒരു ഗോസ്റ്റ് കഥാപാത്രമായിട്ട് നൈറ്റിൽ മാറുന്നു, എന്നാൽ ഡേയിൽ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കഥാപാത്രമായിട്ട് മാറുന്നു. കാരണം ആ കുറേ ദിവസങ്ങൾ അങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ശരിക്കും അങ്ങനെ മാറുമ്പോൾ ഒരു തുടക്കക്കാരി എന്നുള്ള നിലയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള വെല്ലുവിളികൾ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? മീൻസ് അതിലേക്ക് ആയി എത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധികൾ എന്ന് പറയുമ്പോൾ ഈ ഗോസ്റ്റിന് ഭയങ്കര നമ്മുടെ വോക്കലും ആ രീതിയിൽ കുറച്ച് എഫേർട്ട് എടുക്കണം. ഡബിങ് പോർഷൻ വേറെ ചെയ്യുന്നുണ്ട് ഞാൻ, എന്നാൽ തന്നെയും ആ സമയത്ത് നമ്മൾ ഒച്ച കുറച്ചിട്ട് ഗോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതനുസരിച്ചുള്ള ബുദ്ധിമുട്ട്. ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒച്ച ഇങ്ങനെ എടുത്ത് ചെയ്യാത്ത ആളാണ്, സൗണ്ട് ഗായിക കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. ബാക്കി എന്ത് നമ്മളത് ചെയ്യും, പക്ഷെ ഇത് നമ്മുടെ ഈ ഒരു വോക്കലിന്റെ ഒരു ഇത് ഭയങ്കര ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു എനിക്ക്. കാരണം ഒച്ച എടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു സൗണ്ട് എടുത്തെങ്കിലേ അത് വരുള്ളൂ. ചെറിയ ശബ്ദത്തിൽ നമ്മൾ ചെയ്തിട്ട് ആ ഗോസ്റ്റിന്റെ എഫക്റ്റ് വരില്ല. അപ്പൊ അതെനിക്ക് ഒരു ബാരിയർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നെ ഞാൻ കരുതി ശരി, ഓക്കെ, വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും നമ്മൾ അതിനുള്ള ഒരു മറുമറി ചെയ്യുമ്പോൾ അത് എടുക്കാം, ഓക്കെ, നോ പ്രോബ്ലം എന്നുള്ള രീതിയിൽ മാക്സിമം ഒച്ച എടുത്തെങ്കിൽ മാത്രമേ ആ ഗോസ്റ്റിന്റെ ആ ഒരു പഞ്ച് വരില്ല. അപ്പോൾ പുള്ളിക്കാരൻ കുറച്ചുകൂടെ എന്നിങ്ങനെ പറയും. എനിക്ക് ആ ഒച്ച എടുത്തെങ്കിലാണ് ആ ഒരു ഇത്, അല്ലെങ്കിൽ ഒരു കോമഡി ഗോസ്റ്റ് ആയി പോകും. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, വിജീഷ് എന്ന് പറയുന്ന സംവിധായകൻ അവിടെ കറക്റ്റ് ആയിട്ട് ആ ബാലൻസിങ് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ അത്രയും പ്രോബ്ലംസ് എനിക്ക് ഇല്ല വന്നിട്ടില്ല. എന്തായാലും നമുക്ക് ചിത്രത്തിലെ ആ പാട്ടൊന്ന് കണ്ടിട്ട് മടങ്ങി. തീർച്ചയായിട്ടും 18 ഗോസ്റ്റ് തന്നിട്ടുള്ള ഒരു എന്താ പറയുക ബാക്ക് സപ്പോർട്ട് ശരിക്കും ഇനി 2018 അല്ലെങ്കിൽ 2019 അടക്കമുള്ള വർഷങ്ങളിലേക്ക് കടന്നു പോകേണ്ടിയിരിക്കുന്നു, പ്രത്യേകിച്ച് ദേവസൂര്യയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഗായികയാണ്, ഒരു ആക്ടറാണ്. ശരിക്കും ഗോസ്റ്റാണ് 2018 തുടക്കം. മറ്റുള്ള എന്തെങ്കിലും പുതിയ പ്രൊജക്റ്റുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? ഞാൻ നിലവിലൊരെണ്ണം പൂർത്തിയാക്കിയിട്ടുണ്ട്. അമ്മ മരത്തണലിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിമാണ്. അതിൽ ജിബിൻ എന്ന് പറയുന്ന ഒരു പുതിയ സംവിധായകൻ്റെ സിനിമയാണത്. അത് ഈ പറഞ്ഞ പോലെ ഗോസ്റ്റും അല്ല, ഒന്നുമല്ല, ക്രാബും ഗോസ്റ്റും ഒന്നുമല്ല. അതൊരു സാധാരണ ഒരു വീട്ടമ്മയുടെ ക്യാരക്ടറാണ്. അതിൽ അനൂപ് കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടി എന്ന് പറഞ്ഞ സാൻസ്ക്രിറ്റ് ഫിലിമിൽ പുള്ളിക്കാരൻ ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു അഭിനേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരായിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അതാണ് എനിക്ക് ഇനിയും റിലീസ് ആവാനുള്ള. ആ ഫിലിമിനെ കുറിച്ച് പറയാനാണെങ്കിൽ ചിത്രം ജയ്പൂർ ഫെസ്റ്റിവലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിനൊരു നല്ല ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ കിട്ടിയിട്ടുള്ള ഫിലിമാണ്. അതിൻ്റെ റിലീസിന് വേണ്ടിയിട്ടാണ് ഇനി ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ വീണ്ടും മൂന്നാം നിയമത്തിലേക്ക് വരുമ്പോൾ, മൂന്നാം നിയമം എന്ന് പറയുമ്പോൾ ഞാൻ ഡയറക്ടറോട് തന്നെ സംസാരിച്ചപ്പോൾ ചോദിച്ചിട്ടുള്ളതാണ്. മൂന്നാം നിയമം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ നിയമത്തിന് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന നിയമം, 2 നിയമങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു നിയമമാണ് മൂന്നാം നിയമം എന്ന് പറയുമ്പോൾ. കാരണം മനുഷ്യനാൽ നിർമ്മിതമായിട്ടുള്ള ഒരു നിയമമുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള കുറേ നിയമങ്ങളുണ്ടാവും. അതിനുശേഷം വേറൊരു കൺസെപ്റ്റിലാണ് ഒരു നിയമം വരുന്നത്. അതാണ് ശരിക്കും ചിത്രം. കാരണം സമൂഹത്തിൽ നേരിടുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടായേക്കാവുന്ന ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ചില വെല്ലുവിളികൾക്കെതിരെയാണ് ശരിക്കും ചിത്രം ശബ്ദിക്കുന്നത്. പറയൂ, അതെന്താണ് ശരിക്കും, എന്ത് മെസ്സേജാണ് ശരിക്കും ചിത്രം നൽകുന്നത്? ചിത്രം കാണുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ വേണം, അത് അങ്ങനെ തന്നെ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ തീർച്ചയായിട്ടും ഉണ്ടാവുന്നുണ്ട്. കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ നിലനിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള പിന്നെ ആളുകൾ ആ ഒരു പ്രശ്നത്തിനെ കാണുമ്പോൾ, ഇപ്പോൾ സ്ത്രീകളോട് തന്നെ ഞാൻ ഇത് പറയുമ്പോൾ, സ്ത്രീകളോട് തന്നെയുള്ള പ്രശ്നത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എടുക്കുന്ന ഒരു നിലപാടാണത്. എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ പെൺകുട്ടി തന്നെ അത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുകൊണ്ടെങ്കിലും ശരിയാണ്, ഈ ഗോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയും ചില ആൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ കൂടിയും ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രതികരണം, ഇങ്ങനെയെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ആളുകൾ നിരവധിയുണ്ട്. കാരണം നമ്മൾക്കൊക്കെ കണ്ടു നിൽക്കാനാണ് പലപ്പോഴും പറ്റിയിട്ടുള്ളത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെയെങ്കിലും ആരെങ്കിലും ഒക്കെ ഒന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ എന്ന് തീർച്ചയായിട്ടും ഈ സമൂഹം വിശ്വസിക്കുന്നുണ്ട്, അത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള ഒരു അറ്റംപ്റ്റാണ് മൂന്നാം നിയമം. തീർച്ചയായിട്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് എന്ത് കാര്യം തന്നെ ആയാലും നമ്മൾ എങ്ങനെ അതിനെ എടുക്കുന്നു എന്നനുസരിച്ചാണ് ആ ഒരു വിഷയത്തിൻ്റെ ആ ഒരു വിഷയം ഇരിക്കുന്നത്.
സോഷ്യൽ മീഡിയ നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവായിട്ടാണ് വരുന്നത്. പക്ഷേ പല രീതിയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ ആ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടി നമ്മൾക്കൊരു മെസ്സേജ് കൊടുക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ആളുകളുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അതിക്രമങ്ങൾ കൊണ്ട് ഇങ്ങനെയെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടായെങ്കിൽ എന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ സിനിമ ചെയ്തിട്ടുള്ളതെന്ന് തന്നെ പറയാം. ഓക്കെ, എന്തായാലും നമ്മുടെ ഷോയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരു ഗായിക കൂടിയായിട്ടുള്ള ദേവസൂര്യ ഒരു പാട്ട് കൂടി പാടുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഞാനൊരു പഴയ ഗാനം പാടാം. തീർച്ചയായിട്ടും പാടിക്കും. തേനും വയമ്പും നാവിൽ തൂവും വാനമ്പാടി, തേനും വയമ്പും നാവിൽ തൂവും വാനമ്പാടി, രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 വീണ്ടും, തേനും വയമ്പും നാവിൽ തൂവും വാനമ്പാടി. വളരെ മനോഹരമായിട്ടുണ്ട്. എന്തായാലും വളരെ നന്ദി പാട്ട് പാടിയതിന്. അത് ചോദിക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് പാടുന്നുണ്ടല്ലോ. കാരണം ഒരു മസിൽ പിടുത്തമൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ സാധാരണ പാടാൻ ഞാൻ പാടണോ എന്നുള്ള ഒരു ചോദ്യത്തിലോട്ടൊന്നും വന്നില്ല. ശരി, ഞാൻ പാടിക്കളയാം എന്ന് തന്നെ പറഞ്ഞിട്ട് പാടുകയാണ്. പാട്ടാണ് എപ്പോഴും തലയ്ക്കകത്തുള്ളത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ നന്ദി. വളരെ സന്തോഷമുണ്ട്. കാരണം അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് ശരിക്കും ആളുകൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. മൂന്നാം നിയമം തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. 2018 ഒരു നല്ല ചിത്രമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ദേവസൂര്യയ്ക്ക് വീണ്ടും ഒരുപാട് നല്ല ചിത്രങ്ങളിലൂടെ തൻ്റെ ഇപ്പം ഗോസ്റ്റിൽ 2018 തുടക്കം കുറിച്ചുവെങ്കിലും ഒരു നല്ല നായികയായിട്ട് മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് പറയാനുള്ള, പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിത്രം ഒരുപാട് പേരുടെ എഫേർട്ടാണ്, ഒരുപാട് ആളുകളുടെ അധ്വാനം എന്ന് തന്നെ പറയാം. നമ്മൾ ഓൺ സ്ക്രീനിൽ കാണുന്ന ആളുകൾ മാത്രമല്ല, ബിഹൈൻഡ് ദ ക്യാമറ ഒരുപാട് പേരുടെ എഫേർട്ടാണ്. ഇപ്പോൾ അത് ആദ്യം പോലെ പറയാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ആഹാരം തരുന്ന ആൾ മുതൽ എല്ലാവരും അവരവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സിനിമ നന്നായാൽ എന്നുള്ള ഒറ്റ ഒരു രീതിയിൽ മാത്രം പ്രവർത്തിക്കുന്ന ആളുകളാണ്. എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് വളരെ ചെറിയൊരു ചിത്രമാണ്. ഇതിൻ്റെ പേരിൽ ഒരുപാട് പേരെ കഠിനാധ്വാനമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ ചിത്രം തിയേറ്ററുകളിൽ തന്നെ പോയിട്ട് ദയവ് ചെയ്ത് കാണണം എന്നാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. ഞങ്ങളുടെയൊക്കെ ഈ പുതിയ സംരംഭത്തിന് എന്തായാലും ഇത്രയും നാളുള്ള റെസ്പോണ്ട് കൊണ്ട് 2 കൈ നീട്ടി സ്വീകരിച്ചു എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ ഇനിയും പോയി കാണുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. താങ്ക് യു. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. അതിഥിയായി എത്തിയതിന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഇതോടെ ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.